ആളെ കൊല്ലുന്ന ഈ മയക്കുമരുന്നിനെതിരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഇനിയൊരു ദേവകിയമ്മ ഈ നാട്ടിൽ ഉണ്ടാവരുത്. അവനെ ചീത്തയാക്കിയത് അവന്റെ കുറെ കൂട്ടുകാരാ. മയക്കുമരുന്ന്. കഴിക്കാൻ എന്താടി ഉള്ളത്? എന്താണ് നിനക്ക് നാവില്ലേ? ചോദിച്ച കേട്ടില്ലടി. നിനക്കെന്താ വേണ്ടേ? ഇവള് പറയട്ടെ. കടയെ കച്ചവടത്തിനായി നിൽക്കുമ്പോ കസ്റ്റമർ വരുമ്പോ എങ്ങനെ പെരുമാറണമെന്ന് ഇവളും പഠിക്കണമല്ലോ. അതൊക്കെ ഇവളെ ഞാൻ പഠിപ്പിച്ചോളാം. തൽക്കാലം എന്തെങ്കിലും കഴിച്ചിട്ട് നീ പോ. അങ്ങനെ ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അങ്ങോട്ട് ചെയ്. നീ എന്തെങ്കിലുമൊക്കെ ഈ തലയ്ക്കകത്ത് കുത്തി നിറച്ചിട്ടാ ഈ വരവെന്ന് എനിക്കറിയാം. അറിയാലോ കാര്യങ്ങൾ നിനക്ക്. അറിയാലോ കാര്യങ്ങള്. ഒരൊറ്റ ഫോൺ കോൾ മതി നിന്നെ പിടിച്ചകത്തിടാൻ. പിന്നെ നിന്റെ എവിടെ തപ്പിയാലും എന്തെങ്കിലും ഒരു പൊതി കിട്ടാതിരിക്കില്ല. ജീവിതകാലം മുഴുവനും അകത്ത് കിടക്കണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥലം കാലിയാക്കടാ. ഭീഷണിപ്പെടുത്തുന്നോ? കൊല്ലടാ. 10 മാസം നൊന്ത് പറ്റിട്ട് കൂലിയിട്ട് നീ എന്നെ കൊല്ലടാ. കൊല്ല്. കൊന്നു കൊക്കയിലെറിഞ്ഞാൽ ഒരു പട്ടി എന്നോട് ചോദിക്കില്ല. ആ, എനിക്ക് കുറച്ച് കാശ് വേണം. എന്നെ കൊന്നാലും ഞാൻ തരില്ലടാ. എടുക്കാൻ എനിക്കറിയാം. മോളെ താക്കോൽ കൊടുക്കരുത്. ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള കാശ് അതിനകത്തിരിക്കുന്ന ഈ ദുഷ്ടൻ അത് കൊടുത്തു പറഞ്ഞേ. താക്കോലാടി. ഇല്ല. അയ്യോ താടി തരാനാ പറഞ്ഞേ. ഇല്ല. താടി മര്യാദയ്ക്ക് കൊല്ലും. കൊന്നുകളയും ഞാൻ. അടുത്ത് വരരുത്. ഇന്നത്തെ രാത്രി നീ വെളുപ്പിക്കില്ല. നീ എന്നെ തല്ലിയല്ലേ? അടുത്ത് വരരുതെന്നാ പറഞ്ഞത്. ഇന്ന് നിനക്ക് കാളരാത്രിയാ. തീർക്കോടി നിന്നെ എവിടിട്ട്. ആന്റി, ഞാൻ ആ സമയത്ത് സാരമില്ല മോള്, പറ്റിപ്പോയില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സൂസൻ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടീമായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ശരി മേഡം. ഓരോ പഞ്ചായത്തിന്റെ കീഴിലും ആ ടീമിന് വർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കണം. നാട്ടിലെ സേവന സന്നദ്ധതയുള്ള ചെറുപ്പക്കാരെ ടീം ലീഡേഴ്സായിട്ട് നിയമിക്കാവുന്നതുമാണ്. ഇനി വരാൻ പോകുന്ന കനത്ത മഴയിൽ ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള പ്രാപ്തി ഈ ടീമിനുണ്ടായിരിക്കണം. അതിനൊരു പ്രത്യേക ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സൂസൻ ആയിരിക്കും അതിന്റെ ചുമതല. പിന്നെ ഫയലുകളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഒരല്പം വേഗത്തിലായാൽ അതെല്ലാവർക്കും സൗകര്യമായിരിക്കും. കളക്ട്രേറ്റിൽ നിന്നും റിപ്പോർട്ട് കിട്ടാൻ താമസിച്ചു എന്നൊരു പരാതി ഉണ്ടാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ശരി മേഡം. ഞാൻ വേണ്ടതുപോലെയൊക്കെ ചെയ്യാം. ശരി. മാഡം, കഴിഞ്ഞ ദിവസം മാഡത്തിനെ കാണാൻ വന്ന ആ ദേവകിയമ്മയില്ലേ, മകന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി പരാതി പറയാൻ വന്ന്. അതെ, ദേവകിയമ്മ. ദേവകിയമ്മയ്ക്ക് എന്ത് പറ്റി?
ദേവകിയമ്മ മരിച്ചു. വാട്ട്? മരിച്ചെന്നോ? എങ്ങനെ? മകൻ കൊന്നതാണെന്നാ പറയുന്നത്. അവൻ ഒളിവില. കുറച്ചു നാളായിട്ട് എനിക്ക് ഉറക്കവുമില്ല. മകനെ പേടിച്ച് വെട്ടുകത്തിയും തലയ്ക്കൽ വെച്ച് കിടന്നുറങ്ങുന്നൊരു അമ്മയുടെ അവസ്ഥ മോളൊന്ന് ഓർത്തു നോക്കണം. സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്കും എന്റെ മോൾക്കും നീതി കിട്ടുമെന്ന് തോന്നി. സഹായിക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മാഡം. അതെ, പക്ഷേ ഇനി ചെയ്യണം. ഇല്ലെങ്കിൽ ആ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്ത് വില കൊടുത്തും അവനെ കണ്ടെത്തണം. രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിന്നെ ആളെ കൊല്ലുന്ന ഈ മയക്കുമരുന്നിനെതിരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഇനിയൊരു ദേവകിയമ്മ ഈ നാട്ടിലുണ്ടാവരുത്. അവനെ ചീത്തയാക്കിയത് അവന്റെ കുറെ കൂട്ടുകാരാ. മയക്കുമരുന്ന്. ഇവൻ ഏതാ ഈ നടുറൂട്ടി കൊണ്ടുവന്ന് വണ്ടി വട്ടം വെച്ചിരിക്കുന്നേ? എന്നിട്ട് എങ്ങോട്ട് പോയി? അതെ, അതവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. ഈ വഴി വണ്ടികളൊന്നും വരില്ലെന്നേ. ഇവിടാണ് നല്ല കാറ്റുമുണ്ട്. പ്ലാമൂട്ടിലെ കുട്ടി ഇങ്ങോട്ട് വരിക. നമുക്കൊന്നിച്ചിവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാന്നേ. അപ്പൊ നീ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നവനല്ല, വാങ്ങിച്ചു കൂട്ടാൻ വന്നിരിക്കുന്നവനാ. അതിപ്പോ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഒരു ധാരണയിലെത്തിയാലല്ലേ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തായാലും റെഡിയാ. നീ റെഡിയാണോന്ന് മാത്രം പറഞ്ഞാ മതി. തുടക്കം ഞാൻ അങ്ങിട്ടോളാം. നീ ആരാടാ? അധോലോകം കൊണ്ടയോ? ഒരിക്കലേ എനിക്ക് പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ രക്ഷപ്പെട്ടവനാ നീ. അന്ന് അവിടെ ഇട്ട് തീർക്കാൻ പറ്റാൻ ഞാൻ കുഴപ്പമാ. അതാ നീ ഇപ്പോ അഹങ്കാരത്തോടെ എന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. അടങ്ങടാ, തിളയ്ക്കാതെ. കഷ്ടകാലം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാ ഏത് ഞാഞ്ഞൂലും തലപൊക്കുവെന്നാ പറയുന്നേ. എന്ന് വെച്ച് ആളും തരവൊക്കെ നോക്കണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം? അന്ന് അവിടെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കോ? പണിക്കൂറ്റം തീർത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാലേ ചീഞ്ഞ് നാറുമ്പോഴേ നാട്ടുകാർ വിവരം അറിയൂ. പ്ലാമൂട്ടിലെ യോഹന്നാനും ഇങ്ങനെ തന്നെ. ആ നാവ് കൊണ്ടേ ആളെ കൊല്ലു. ആയുധം എടുത്താ കയ്യും കാലും വിറയ്ക്കും. പക്ഷെ ഞാനങ്ങനെയല്ല. ആയുധം എടുക്കുകയും ചെയ്യും, കൃത്യമായിട്ട് കൊള്ളന്റെ അടുത്ത് കൊള്ളിക്കുകയും ചെയ്യും.